ഇസ്ലാമിക വിമർശകനായ ക്രിസ്ത്യൻ മിലിഷ്യയുടെ തലവൻ സ്വീഡനിൽ വെടിയേറ്റ് മരിച്ച സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. 2023 സ്വീഡനിൽ ഖുർആൻ കത്തിച്ച കേസിൽ സ്റ്റോക്ക്ഹോം കോടതി വിധി പ്രസ്താവിക്കാനിരിക്കെയാണ് കടുത്ത ഇസ്ലാമിക വിമർശകനായ സൽവാൻ മോമിക വെടിയേറ്റ് മരിച്ചത്. 2023 സ്വീഡനിൽ ഖുർആൻ കത്തിച്ചതോടെയാണ് ഇയാൾ അന്താരാഷ്ട്ര തലത്തിൽ ചർച്ചകളിൽ നിറഞ്ഞത്. ഈ സംഭവത്തിൽ ഇയാൾ മുസ്ലിം രാജ്യങ്ങളിൽ നിന്ന് വിമർശനം നേരിടുകയും ചെയ്തിരുന്നു. പ്രതിഷേധത്തിനിടെ ഖുർആൻ കത്തിച്ച കേസിൽ പ്രതികളിൽ ഒരാൾ മരിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടി കോടതി വിധി പറയുന്നത് മാറ്റിവെച്ചിരുന്നു. 2023 മോമിക ഖുർആൻ പരസ്യമായി കത്തിച്ചിരുന്നു. ഇതിന്റെ പേരിൽ നിരവധി മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിൽ നിന്നും പ്രതിഷേധം നേരിടേണ്ടി വന്നു. ഈ സംഭവം പശ്ചിമേഷ്യൻ രാജ്യങ്ങളുമായുള്ള സ്വീഡന്റെ ബന്ധത്തിൽ വിള്ളലുണ്ടാക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ സുരക്ഷാ നടപടികൾ വർദ്ധിപ്പിക്കാൻ സ്വീഡൻ നിർബന്ധിതമായി. സ്വീഡിഷ് പ്രോസിക്യൂട്ടർമാർ മോമികയ്ക്കും മറ്റൊരാൾ സാൽവൻ നജേമിനുമെതിരെ ഒരു വംശീയ ദേശീയ ഗ്രൂപ്പിനെതിരായ പ്രക്ഷോഭത്തിന്റെ കുറ്റം ചുമത്തുകയായിരുന്നു. സ്റ്റോക്ക്ഹോം പള്ളിക്ക് പുറത്ത് നടന്ന സംഭവം ഉൾപ്പെടെ 4 തവണ ഇരുവരും ഖുർആൻ കത്തിക്കുകയും മുസ്ലിങ്ങളെ അപമാനിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുകയും ചെയ്തുവെന്ന് പ്രോസിക്യൂട്ടർമാർ പറഞ്ഞിരുന്നു. ഈ 4 തവണ പ്രസ്താവനകൾ നടത്തുകയും അവരുടെ വിശ്വാസത്തിന്റെ പേരിൽ മുസ്ലിങ്ങളെ അവഹേളിക്കുന്ന തരത്തിൽ ഖുർആനെ കൈകാര്യം ചെയ്യുകയും ചെയ്തതിന് രണ്ടുപേരെയും പ്രോസിക്യൂട്ട് ചെയ്യുന്നുവെന്നാണ് സീനിയർ പ്രോസിക്യൂട്ടർ അന്ന ഹങ്കിയോയെ ഉദ്ധരിച്ച് അൽ ജസീറ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സംഭവങ്ങളുടെ വീഡിയോ റെക്കോർഡിംഗ് ആണ് കേസിലെ പ്രാഥമിക തെളിവെന്ന് പ്രോസിക്യൂട്ടർമാർ പറഞ്ഞിരുന്നു. എന്നാൽ നജീം തെറ്റ് നിഷേധിക്കുകയും ചെയ്തെന്ന് അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ മാർക്ക് സഫേരിൻ വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സിനോട് പറഞ്ഞു. പ്രകടനവുമായി ബന്ധപ്പെട്ട് അനുവദിച്ച പെർമിറ്റ് എന്റെ ഉപഭോക്താവിന്റെ ഉദ്ദേശത്തിന് വിധേയമാണ്. അദ്ദേഹത്തിന്റെ അവകാശങ്ങൾ സ്വീഡിഷ് ഭരണഘടന ലംഘിച്ചിരിക്കുന്നുവെന്നാണ് സഫരിയൻ പറഞ്ഞത്. ഒരു സ്ഥാപനം എന്ന നിലയിൽ ഇസ്ലാമിനെതിരെ പ്രതിഷേധിക്കണമെന്നും അതിന്റെ വിശുദ്ധ ഗ്രന്ഥം നിരോധിക്കണമെന്നും മോമിക പറഞ്ഞിരുന്നു. സ്വീഡനിലെ മൈഗ്രേഷൻ ഏജൻസി റെസിഡൻസി അപേക്ഷയിലെ തെറ്റായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തെ നാടുകടത്താൻ നീക്കം നടത്തിയിരുന്നുവെങ്കിലും ഇറാഖിൽ പീഡന സാധ്യതയുള്ളതിനാൽ ഉത്തരവ് നടപ്പാക്കിയില്ല എന്ന് പറഞ്ഞു. 2023 ജൂണിലെ പെരുന്നാൾ ദിനത്തിലാണ് സൽവാൻ മോമിക ഖുർആന്റെ ഒരു പകർപ്പ് ചവിട്ടി സ്റ്റോക്ക്ഹോമിലെ ഏറ്റവും വലിയ പള്ളിക്ക് പുറത്ത് കത്തിച്ചത്. സംഭവത്തിന്റെ വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. മോമികയുടെ ആദ്യകാല ജീവിതത്തെക്കുറിച്ച് വളരെ കുറച്ചേ അറിയൂ. എന്നാൽ ചിത്രങ്ങളും വീഡിയോകളും അദ്ദേഹം ഇറാഖിലെ ഒരു മിലിഷ്യ നേതാവാണെന്ന് വ്യക്തമാക്കുന്നതാണ്. നേരത്തെ ഒരു വീഡിയോയിൽ ഒരു ക്രിസ്ത്യൻ മിലിഷ്യയുടെ തലവനായി സ്വയം വിശേഷിപ്പിച്ചിരുന്നു. 2014 രൂപീകരിച്ച ഇമാം അലി ബ്രിഗേഡ്സ് എന്ന സംഘടനയുടെ ഭാഗമായിരുന്നു. അദ്ദേഹത്തിന്റെ സംഘത്തിനുമേൽ യുദ്ധക്കുറ്റങ്ങൾ ആരോപിക്കപ്പെട്ടിരുന്നു. ഇമാം അലി ബ്രിഗേഡ്സ് പോപ്പുലർ മൊബിലൈസേഷൻ ഫോഴ്സിന്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത്. ഗ്രൂപ്പുകളുടെ ഒരു ശൃംഖലയാണ്. അവയിൽ ചിലത് ഇസ്ലാമിക് സ്റ്റേറ്റിനെതിരെ പോരാടുന്നതിന് ഇറാഖി സൈന്യവുമായി സംയോജിപ്പിച്ചിരിക്കുന്നു. 2017 മൊസൂളിന്റെ പ്രാന്തപ്രദേശത്താണ് മോമിക തന്റെ സായുധ സംഘത്തെ നയിച്ചത്. 2018 അദ്ദേഹം ഇറാഖിൽ നിന്ന് പലായനം ചെയ്തു. മറ്റൊരു ക്രിസ്ത്യൻ മിലിഷ്യയുടെ നേതാവായ റയാൻ അൽ ഖൽദാനിയുമായുള്ള അധികാര പോരാട്ടത്തെ തുടർന്നായിരുന്നു പലായനം.